ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് കഫേ എന്ന് അറിയപ്പെടുന്ന നൗറ ബിസ്ട്രോയിലേക്കാണ്. ഡസ് ഇറ്റ് റിയലി സ്റ്റാൻഡ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ലൊക്കേഷൻ വരുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിനോട് അടുത്തായിട്ടാണ്. ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ കാറ് വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വരേണ്ടി വരും. ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ഹാവ് എ റിയലി ഗുഡ് വൈബ് ആൻഡ് നല്ല ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പം ടുഡേ സ്പെഷ്യൽ ആയിട്ടുള്ള മെനു അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മെനു ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ 2 ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് മിൻറ്റ് ലൈമും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും. ഓറഞ്ച് ജ്യൂസ് വാസ് റിയലി ഫ്രഷ് ആൻഡ് കംഫർട്ടിങ്. മിൻറ്റ് ലൈം വാസ് ഗുഡ് ടു. ഇവരുടെ ജ്യൂസ് സെക്ഷൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിരുന്നെങ്കിൽ, അതായത് കുറച്ച് മോക്ടെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. മാൻ, ആബ്സല്യൂട്ട്ലി ലവ് ദിസ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നൊക്കെ പറയാം. ഇറ്റ് വാസ് സോ ക്രിസ്പി ഔട്ട് സൈഡ് ആൻഡ് ടെൻഡർ ഇൻസൈഡ് വിത്ത് എ ഹിൻഡ് ഓഫ് സ്പൈസ്. ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ഐറ്റം. ഇന്നത്തെ മേ ബി ദ സ്റ്റാർ ഐറ്റം എന്നൊക്കെ പറയേണ്ടി വരും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട, മേ ബി ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫ്രൈഡ് ചിക്കൻസിൽ ഒന്നാണ് ഈ ഒരു ഐറ്റം എന്ന് ഡെഫിനറ്റ്ലി ഐ വുഡ് സേ. പ്ലീസ് ഡു ട്രൈ ദിസ് ഔട്ട്. ഒരു ഹാഫ് പ്ലേറ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പീസസോ മറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. 350 റുപ്പീസാണ്. യം യം യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ എനിക്ക് തോന്നുന്നു ആകെ 3-4 ഐറ്റം മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും മിൻറ്റ് ലൈം ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്യാൻ ഉള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി കോഫീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടി വന്ന സോസസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അതിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡായിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമീസ് ബീഫ് നൂഡിൽസാണ്. അത് അന്ന് മെനുവിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. അത് എല്ലാ ദിവസവും ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതൊരു ഫ്ലേവർ ബോംബായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. എവറി സ്ലർപ്പ് വാസ് ഫുൾ ഓഫ് ഫ്ലേവേഴ്സ്, എസ്പെഷ്യലി ദ നൂഡിൽസ് ആൻഡ് ദ ബീഫ്. സോ കംഫർട്ടിങ്. ഇറ്റ് വാസ് സോ കംഫർട്ടിങ്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു ചില്ലി സോസും കൂടി ഇട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്ത് നമ്മൾ കഴിച്ച് ആസ്വദിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് ഐറ്റമാണ്. ഭയങ്കര കംഫർട്ടിങ് ആണ്. അബ്സല്യൂട്ട്ലി ലവ് ദിസ് ഐറ്റം ഓൾസോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേക്കാണ്. അതിന് ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു സ്റ്റാർ ഐറ്റമായി അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ സ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മീഡിയം റെയർ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കുറച്ച് ചൂയി തന്നെയായിരുന്നു. അത് മെൽറ്റ് ഇൻ ദ മൗത്ത് അങ്ങനെയെന്നുള്ളൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഐ വാസ് ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ഇറ്റ്. അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന അക്കമ്പനിമെൻറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്ന സോട്ടേഡ് വെജീസ് ആൻഡ് മാഷ് പൊട്ടറ്റോ വാസ് റിയലി ഗുഡ്. അതിനുശേഷം സ്പെഗറ്റി റാഗുവാണ് കഴിച്ചത്. ഇറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. ഇറ്റ് വാസ് ഫുൾ ഓഫ് മിൻസ്ഡ് ബീഫ് ആൻഡ് എ ലോട്ട് ഓഫ് ഫ്ലേവേഴ്സ്. ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ട് തോന്നിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഈ നൗറ ബിസ്ട്രോയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതും കമൻസ് ആയിട്ട് എടുത്തു. ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. ആബ്സല്യൂട്ട്ലി ലവ് ദിസ്. ഞാൻ വീണ്ടും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. എക്സലൻറ്റ്.